ഷിബു മീരാൻ ഓർമ്മയുണ്ടാവും ഷിബുവിന് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള വിദ്വേഷവും വർഗീയതയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് പ്രത്യേകിച്ചും ആ കോവിഡ് കാലത്ത് വൻതോതിലുള്ള പ്രചാരണം നടന്നിരുന്നു ഭിന്നതയുണ്ടാക്കാൻ സമുദായങ്ങൾക്കിടയിൽ. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ പ്രചാരണം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് പലരും. അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം എന്ന് കരുതുന്ന പലരും ഉണ്ടാകും. ആ സ്ഥിതി മാറുകയാണോ? കുറെ കൂടി സൗഹാർദ്ദപരമായ സാമുദായിക അന്തരീക്ഷമുള്ള കേരളത്തിൽ ആണോ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്? അല്ല, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു പാറ്റേൺ വളരെ കൃത്യമാണ്. അതായത് ഒരു ഭാഗത്ത് തിരുവസ്ത്രം, മറുഭാഗത്ത് ഹിജാബ്, ഒരു ഭാഗത്ത് മിഷണറി എന്ന ഒരു വാക്ക് കോർണർ ചെയ്ത് മതപരിവർത്തനം എന്നതിലേക്ക് കൊണ്ടുവരുന്നു. മറുഭാഗത്ത് ആണെങ്കിൽ ഇവർ ലവ് ജിഹാദ് എന്നൊരു സംഗതി ഉയർത്തി. ഇതെല്ലാം കൂടി വിദ്വേഷമാകെ വന്നു നിൽക്കുന്ന കൈവഴി ഒറ്റ ഒന്നാണ്. ഉത്തരേന്ത്യയിൽ ജുനൈദിനെയൊക്കെ കൊലപ്പെടുത്തിയ ആൾക്കൂട്ടം ആ ഉന്മാദ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ഇപ്പോൾ ജ്യോതി ശർമ്മയോടൊപ്പം നിന്ന് ആ ക്രൈസ്തവ സന്യാസിനിമാരുടെ മുഖത്തടിക്കുന്ന ആൾക്കൂട്ടവും അത് വിളിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. അത് മുസ്ലിം വിരുദ്ധതയും ക്രൈസ്തവ വിരുദ്ധതയും ഒക്കെ ഇങ്ങനെ തിളച്ചു പൊങ്ങുന്നിടത്ത് കേൾക്കുന്ന ആ മുദ്രാവാക്യം ദേശ് കി ഗദ്ദാരോങ്കോ ഗോലിമാരോ സാലോങ്കോ എന്നതാണ്. രാജ്യദ്രോഹികൾ എന്ന ഒരു വാക്ക്, ഒരു ചാപ്പ ഇവരുടെ കയ്യിലുണ്ട്. അത് തരാതരം പോലെ ആളുകളുടെ മുതുകത്ത് പതിപ്പിച്ച് അവരെ വേട്ടയാടുന്നതിൽ ഒരു മടിയുമില്ലാത്തവരാണ് സംഘപരിവാർ എന്നൊരു തിരിച്ചറിവിലേക്ക് കേരളം പോകണം. കാരണം അജിംസെ, നമുക്കറിയാലോ അപകടകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ നടന്നിട്ട് ഇപ്പോൾ ലോകം പോയിട്ടും ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും കോവിഡ് വൈറസിന് അജിംസെ മതം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ വന്നപ്പോൾ കോവിഡ് വൈറസിന്റെ മതം തീരുമാനിക്കപ്പെട്ടു. ആ വൈറസ് മുസ്ലിം ആണെന്നും തീരുമാനമായി. ഇനി മുസ്ലിം അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ ആ വൈറസ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളാണെന്നും കൂടി ഇവിടെ ആളുകൾ തീരുമാനിച്ചു കളഞ്ഞല്ലോ. അവിടുന്നാണ് ഇതൊക്കെ രൂക്ഷമായിട്ട് ആരംഭിക്കുന്നത്. നമ്മൾ